മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, വികാരി ജനറൽ അച്ഛന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, സേവിനിമാരെ, പ്രിയ വിശ്വാസ ജനമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. 124ാമത് മാരാമൺ കൺവെൻഷൻ്റെ സായാഹ്ന യോഗങ്ങളിൽ അവസാനത്തെ യോഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നാം അനുഭവിച്ച എല്ലാ ദൈവിക കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം, നന്ദി കരേറ്റാം. ഈ യോഗത്തിൽ ദൈവമേ, നിൻ്റെ ശബ്ദം കേൾപ്പാൻ, നിൻ്റെ വചനം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നു അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നു അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, 124ാമത് മാരാമൺ കൺവെൻഷൻ്റെ അവസാന സായാഹ്ന യോഗത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നുവല്ലോ. ദൈവമേ, തിരുവചനം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ തിരുവചനം ഞങ്ങളുടെ ജീവിതമാകിയാൽ നന്ദി കരേറ്റുന്നു. ഞങ്ങൾ അറിയേണ്ടതുപോലെ തിരുവചനം അറിയുവാനും ഗ്രഹിക്കേണ്ടതുപോലെ ഞങ്ങൾ ഗ്രഹിപ്പാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. നിന്റെ ജനത്തിന് നിന്റെ വചനം കൊടുപ്പാൻ തക്കവണ്ണം എൻ്റെ നാവിൽ നിന്റെ വാക്കുകൾ തരയണമേ. നിന്റെ ആത്മാവ് ഈ പന്തലിൽ നിരന്തരമായി ഉണ്ടായിരിക്കണമേ. നിന്റെ ജനത്തെ നിന്റെ വിശുദ്ധ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ
ഉണരുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പുറപ്പാട് പുസ്തകം വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. അതിൻ്റെ ചരിത്ര അനുഭവങ്ങളിലേക്കൊന്നും പോകുവാൻ ഈ സായാഹ്നത്തിൽ ഞാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അനന്തരം യോസഫിനെ അറിയാത്ത പുതിയ ഒരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. എന്നാൽ ഈ പുതിയ തുടക്കം എങ്ങനെയുള്ളതാണെന്ന് കൂടി ആ വേദഭാഗത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് നാം കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളുടെ സാമൂഹ്യ, രാഷ്ട്രീയ, മത, സാംസ്കാരിക അനുഭവങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: രാജാവ് വളരെ അസ്വസ്ഥനായി തീർന്നിരിക്കുന്നു. He became so insecure. എന്തുകൊണ്ടെന്നാൽ 70 പേരുമായി മിസ്രയീമിലേക്ക് എത്തിയ യാക്കോബിന്റെ പിന്തുടർച്ച ഇസ്രായേൽ ജനം ഇപ്പോൾ ഒരു വലിയ സമൂഹമായി തീർന്നിരിക്കുന്നു. രാജാവിൻ്റെ ഭയം മുഴുവൻ ഇവർ വളർന്ന് വലിയൊരു ജനമായി തീർന്ന് തങ്ങളുടെ ശത്രുക്കളോട് ചേർന്ന് തങ്ങളെ തോൽപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചടക്കുകയും ഞങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ഇനിയും ഈ ജനം വളരുവാൻ പാടില്ല. He becomes so insecure. ഇന്നും ഇതുപോലെയാണ് മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ അനുഭവങ്ങളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. They become so insecure. അതുകൊണ്ട് രാജാവ് കൽപ്പിച്ചു, ഇനിയും ഇസ്രായേൽ ജനത്തിന് ആൺകുട്ടികൾ ജനിക്കരുത്. അതിനുവേണ്ടി സൂതികർമ്മിണികളെ വിളിച്ചു വരുത്തി അവരോട് കൽപ്പന കൊടുക്കുകയാണ് രാജാവ്. എബ്രായർക്ക് ജനിക്കുന്ന ഏതൊരു ആൺകുഞ്ഞിനെയും പ്രസവിക്കുന്ന ആ സമയത്ത് തന്നെ കൊന്നുകളയണം. ദി കൾച്ചർ ഓഫ് ഡെത്ത് ആൻഡ് വയലൻസ്. നോക്ക്, എന്താ പറയുന്നേ? ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിക്കുവാനും ആ ജനിച്ച കുഞ്ഞിന് ഈ ലോകത്തിൽ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രാജ്യത്തെ രാജാവ്. The culture of death and violence. The sense of insecurity is prevailed. A sense of intolerance and impatience. അത് ആ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്.
the sense of intolerance and impatience in the minds of the people. അവരുടെ മനസ്സിൽ അസഹിഷ്ണുത വളർന്നു കഴിഞ്ഞിരിക്കുന്നു. സഹനത്തിൻ്റെ മനസ്സ് അവരിൽ നിന്നും പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകം നിലനിൽക്കണമെങ്കിൽ സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇന്ന് എത്രയോ കുടുംബങ്ങളാണ് പൊട്ടിത്തെറിക്കുന്നത്. കാരണം സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനസ്സില്ലാതെ പോകുകയാണ്. സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മനസ്സില്ലാത്ത സമൂഹം the culture of hate is prevailed in the minds of the people. വിദ്വേഷത്തിൻ്റെയും പകയുടെയും ക്രൂരതയുടെയും ഒക്കെ മനോഭാവങ്ങൾ ആ ജനത്തിൻ്റെ മനസ്സിൽ രാജ്യത്തെ ഭരിക്കുന്ന രാജാവിൻ്റെയും മറ്റുള്ളവരുടെയും മനസ്സിൽ കടന്നുകൂടിയിരിക്കുകയാണ്. How can I accept the other person? The existence of the other person is a threat for my life എന്ന ചിന്താഗതികളോടെ ഇന്ന് ജീവിക്കുന്ന എത്രയോ പേർ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്, നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ ഇടവകകളിലുണ്ട്. The existence of the other person is a threat for my life. അതേ രാജാവിന് അതാണ് സംഭവിച്ചത്. The existence of the Israelites become a threat for the existence of king and his people. അതുകൊണ്ട് ഇനിയും അവർ വളരരുത്, ഒരിക്കലും അവരെ വളരുവാൻ അനുവദിക്കരുത്. അതുകൊണ്ട് എബ്രായർക്ക് ജനിക്കുന്ന ഏതൊരാൺകുഞ്ഞും ആ പ്രസവ സമയത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടിരിക്കണം. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ രക്ഷിക്കണം. സ്ത്രീകളെ ഭോഗവസ്തുക്കളായി കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ അനുഭവത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇത് തന്നെയാണ് ആ കാലഘട്ടത്തിലും നിലനിന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ്. പെൺകുട്ടികളാണെങ്കിൽ അവരെ രക്ഷിച്ചുകൊള്ളണം. ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കൂ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ആ ദൈവത്തെ ഭയപ്പെടുന്ന സമൂഹത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സ്തുതികർമ്മിണികൾ. അവർ എടുക്കുന്ന ജീവിതത്തിൻ്റെ സ്റ്റാൻഡ് a creative disobedience to the order of the king, the authority. എന്തിനു വേണ്ടിയാണ്? A creative disobedience to the order of the king, the authority, to preserve the human life and its dignity. അതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ. പ്രത്യേകം പറയുന്നു, അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്
They feared the Almighty God. അതുകൊണ്ട് അവരിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഇതാണ്: a creative disobedience to the order of the authority, the king, for preserving the human life and dignity. അവർ രക്ഷിച്ചു, അവർ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. അതുകൂടി കണ്ടു കഴിഞ്ഞപ്പോൾ രാജാവ്, ഇവിടെ എനിക്ക് മറ്റൊരു ഭാഗം കൂടി പറയുവാനായിട്ടുണ്ട്. ഈ ഭാഗം, those who fear the Lord will become an instrument of saving power of the Almighty God in the world. ഈ ലോകത്തിൽ രക്ഷയുടെ സന്ദേശം കൊടുക്കുന്നവരായിരിക്കും ദൈവത്തെ ഭയപ്പെടുന്നവർ. ആ രക്ഷയുടെ സന്ദേശം കൊടുപ്പാൻ നമുക്കാകുന്നുണ്ടോ? Those who fear the Lord will become the instrument and the agents of preserving the life and its dignity. They become the agents of salvation. ഇതാ വീണ്ടും രാജാവ് കൽപ്പിക്കുന്നു. എന്താ? ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം നദിയിലേക്ക് വലിച്ചെറിയണം. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ നദിയിലേക്ക് വലിച്ചെറിയണം. എത്ര ക്രൂരമായ അനുഭവമാണ്! അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ എത്രയെത്രയോ കൊച്ചു കുഞ്ഞുങ്ങളുടെ ദീനസ്വരം, എത്രയെത്രയോ മാതാപിതാക്കളുടെ അലമുറകൾ ആ ദേശത്തെല്ലാം ഉയർന്നിരിക്കാം. ഇവിടെ വീണ്ടും 2-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ വളരെ സുന്ദരമായി എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്നാൽ ലേവ്യ കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യം ഉള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. എന്തുകൊണ്ടാണ് അവനെ ഒളിച്ചു വെച്ചത്? ദ റീസൺ ഫോർ ഹൈഡിങ് എഴുതിയിരിക്കുന്നു. അവൻ സൗന്ദര്യം ഉള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ ഈ നൈൽ നദിയിലേക്ക് വലിച്ചെറിയേണ്ടതാണ്. പക്ഷേ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ട് 3 മാസം ഒളിച്ചു വെച്ചു. ലുക്ക്, 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുവാൻ പോകുന്നത്? ഇവിടെ ഒരു വ്യക്തമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. The beauty of this world will not be able to preserve our life, will not be able to sustain our life, will not be able to protect our life. ലോകത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ ജീവനെ ഒരിക്കലും സംരക്ഷിക്കുവാൻ കഴിയുകയില്ല, പരിപാലിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഈ 3 മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? അവൻ സൗന്ദര്യം ഉള്ളവനായിരുന്നതുകൊണ്ട് 3 മാസം ഒളിച്ചു വെച്ചു. The beauty of this world will not be able to preserve our life, will not be able to protect our life and sustain our life. എന്നാൽ ഇന്ന് നോക്കുക,
ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്തിൽ നിന്നാണ് കൂടുതലായി ഗവൺമെൻറ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ബഡ്ജറ്റും അവതരിപ്പിച്ചപ്പോൾ വളരെ വ്യക്തമായി മീഡിയ എഴുതി, സൗന്ദര്യദായക വസ്തുക്കൾക്ക് ടാക്സ് കൂട്ടിയിരിക്കുന്നു. എന്നിട്ടും ജനം ഇതിൻ്റെ പുറകെയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നൽകിയ സൗന്ദര്യമല്ലാതെ പിന്നെ എന്താണ് നമുക്ക് വേണ്ടത്? 2015 CMC വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒരു സ്നേഹിതനെ കാണുവാൻ അവിടെ എത്തി. അപ്പോൾ അന്ന് അവിടെ ക്യാൻസർ രോഗത്തിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ അവിടെയുണ്ട്. ആ സ്ത്രീയുടെ മകൻ എന്നെ കാണുകയും ഓടി വന്ന് എന്നോട് പറഞ്ഞു, അമ്മ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുകയാണ്, തിരുമേനി വരണം. ഞാൻ ആ മകനോടൊപ്പം ആ റൂമിലേക്ക് പോയി. ഇതിനു മുൻപും ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. തൻ്റെ സൗന്ദര്യത്തിൽ അഭിമാനിക്കുന്നവളായിരുന്നു. എന്നാൽ ഇന്ന് ആ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്യാൻസറിന് വേണ്ടിയുള്ള വായിൽ ഒരു പോളിപ്പ് ഉണ്ടായതാണ്. എന്നാൽ അതിൻ്റെ വിദഗ്ധമായ ചികിത്സ അത് കണ്ടുപിടിച്ചു ക്യാൻസറാണ്. റേഡിയേഷൻ, കീമോതെറാപ്പി, ഓപ്പറേഷൻ, സർജറി ഇവയെല്ലാം കഴിഞ്ഞു. വളരെ ശോഷിച്ച ഒരു ശരീരം, ക്ഷീണിതമായ മുഖം. എന്നെ കണ്ടപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു. സംഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ഒന്നുമല്ല ദൈവം തരുന്ന സൗന്ദര്യമല്ലാതെ. ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. എൻ്റെ ദൈവം എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. എൻ്റെ കഴിവോ, എൻ്റെ മിടുക്കോ, എൻ്റെ ബലമോ, എൻ്റെ സൗന്ദര്യമോ അല്ല എന്നെ നിലനിർത്തുന്നത്. പിന്നെയോ ഇന്ന് എന്നെ നിലനിർത്തുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ആ കൃപ കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു അനുഭവത്തിലേക്കാണ് നാം വളരേണ്ടത്. വീണ്ടും ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഇവിടെ ഇതാ ആ കുഞ്ഞിൻ്റെ 3 മാസം പ്രായമായ ആ കുഞ്ഞിൻ്റെ അമ്മ ഞാങ്ങണ പെട്ടകം മേടിച്ച് പശയും കീലുമൊക്കെ ഒട്ടിച്ച് അവനെ ഭദ്രമായി അതിൽ കിടത്തി ആ നദിയിലേക്ക് ഒഴുക്കി വിടുകയാണ്. വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ദിസ് ചൈൽഡ്? ഈ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കും? All human efforts and all human attempts will have its own limitations. എല്ലാത്തിനും അതിൻ്റെ പരിമിതികളുണ്ട്. ഇതാ ഈ മാതാവ് ആ കുഞ്ഞിനെ, 3 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ആ ഞാങ്ങണ പെട്ടകത്തിൽ ഒഴുക്കി വിടുകയാണ്. ഇനി എങ്ങോട്ടാണ്, എവിടെ ഇതെത്തും, എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല.
the future of this child become blank. എന്ത് സംഭവിക്കുമെന്ന് ഇനിയും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് the divine intervention and the divine timing will turn away all our calculations. The divine intervention and the divine timings have turned away all our calculation. നോക്കൂ, ഈ ഞാങ്ങണപ്പെട്ടകം ഈ നദിയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈതലിനെ സംരക്ഷിക്കണമെന്നുള്ള, ഈ പൈതലിൻ്റെ ജീവനെ പുലർത്തണമെന്നുള്ള, എൻ്റെ ജനത്തിന് നായകനായി തിരഞ്ഞെടുക്കണമെന്നുള്ള ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതാ ഫറവോൻ്റെ പുത്രി അവിടെ കുളിക്കുവാൻ വരികയാണ്. ഫറവോൻ്റെ പുത്രിയാണ് അത് കാണുന്നത്. ഇതാ കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് അതിനെ എടുത്തുകൊണ്ടുവരിക. ഞാൻ പറഞ്ഞില്ലേ, the future of this child become blank. എങ്ങോട്ടാണെന്നറിയില്ല, ലക്ഷ്യം അറിയില്ല, ഈ കുഞ്ഞിന് ജീവിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി, അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, അവിടെയാണ് ദൈവത്തിൻ്റെ സമയം. ഇതിനു മുൻപും ഈ ഞാങ്ങണപ്പെട്ടകം അവിടെ ഒഴുകിയെത്തുന്നതിന് മുൻപ് ഫറവോൻ്റെ പുത്രിക്ക് അവിടെ വരാമായിരുന്നല്ലോ. എന്നാൽ അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ഈ ഫറവോൻ്റെ പുത്രിയിലൂടെ തന്നെ ഇവൻ ജീവിക്കേണ്ടത് ആവശ്യമാണ്. The divine intervention and the divine timings will turn away all our calculations. ഇതാ മോശയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. ഇനിയും കൂടുതൽ സമയം അവിടെ ഇല്ലാത്തതുകൊണ്ട് മറ്റൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 3-ാമത്തെ അധ്യായത്തിൻ്റെ ആ 1-ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയാണ് മോശ ഇപ്പോൾ വളർന്ന് 40 സംവത്സരം പിന്നിട്ടിരിക്കുന്നു. ഇതാ വീണ്ടും ആ രാജകൊട്ടാരത്തിൽ നിന്നും അവൻ ഓടിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നു. മിദ്യാനിലെത്തി മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ മകളെ വിവാഹം കഴിച്ചു. ഇപ്പോൾ അവൻ്റെ അമ്മായി അപ്പനായ യിത്രോവിൻ്റെ ആടുകളെ മേയിക്കുകയാണ്. മോശ ഈ ആടുകളെ മേയിക്കുമ്പോഴും അതിനും ഒരു വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യസ്തത ഇതാണ്: എല്ലാ ഇടയന്മാരും ആടുകളെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്കും നീലജലാശയങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ മോശ എങ്ങോട്ടാണ് തൻ്റെ ആടുകളെ കൊണ്ടുപോയത്? ഇവിടെ ഇതാ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളും കൊണ്ടുചെന്നു. വ്യത്യസ്തനായ മോശ എല്ലാ ഇടയന്മാരും ആടുകളെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്കും നീലജലാശയങ്ങളിലേക്കും നയിക്കുമ്പോൾ മോശ തൻ്റെ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളും കൊണ്ടു ചെല്ലുകയാണ്. ഈ മരുഭൂമി ഇത് ജീവിതത്തിൻ്റെ പ്രതീകമാണ്. എന്താ മരുഭൂമി? ഒന്നും വളരുവാൻ അനുവദിക്കുന്നതല്ല, സാധ്യതകൾ ഒന്നും ഇല്ലാത്തതാണ്, ബുദ്ധിമുട്ടുകൾ ഏറെയാണ്.
ഏകാന്തതകൾ തരുന്ന ഇടമാണത്. ഭയാനകത നൽകുന്ന ഒരിടമാണത്. അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലം. ഒന്നും വളരുവാൻ അനുവദിക്കില്ല. ഈ മരുഭൂമിയിൽ ദീർഘനേരം സഞ്ചരിച്ചാൽ ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. പ്രിയമുള്ളവരെ, ഈ മരുഭൂമി യാത്രയിലൂടെ യാത്ര ചെയ്യുന്ന ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകുവാൻ, തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. മോശ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഈ ആടുകളെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. അതായത് he got the courage, he got the strength to lead the sheep and to the other side. ഈ മരുഭൂമിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ. പ്രിയ വിശ്വാസ സമൂഹമേ, നമ്മുടെ വിശ്വാസ ജീവിതം അനുഗ്രഹീതമായി തീരുന്നത് ഈ മരുഭൂമിക്കപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. ഭയാനതകൾ തരുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകാം. സാധ്യതകളൊക്കെ അസ്തമിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ബുദ്ധിമുട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. ഏകാന്തതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആരും സഹായിപ്പാനില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ജീവിത ഇടങ്ങൾ, ഭയാനകത നൽകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ വിശ്വാസ സ്ഥിരതരായി ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ എത്തുന്ന എ സ്പിരിച്വൽ പിൽഗ്രിമേജ് അത് തുടരേണ്ടത് ആവശ്യമാണ്. സാധ്യതകൾ അസ്തമിച്ചു പോകുമ്പോൾ, വളരുവാൻ സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ, ഏകാന്തതകളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ വീണു പോകേണ്ടവളല്ല, തളർന്നും ക്ഷീണിച്ചും പോകേണ്ടവനല്ല ഒരു വിശ്വാസി എന്നുള്ളത് ഈ യാത്രയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. This is a spiritual pilgrimage. എപ്രകാരമുള്ളതാണ്? മരുഭൂമിക്കപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ്. നോക്ക്, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ ഏലിയ പ്രവാചകനെ കാണാം. വളരെ ശക്തനായവൻ, ദൈവത്തിന്റെ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ചവൻ. കേരി തോട്ടിലും സെരേഫോത്തിലെ വിധവയുടെ ഭവനത്തിലും കർമ്മേൽ പർവ്വതത്തിലും എല്ലാം ദൈവം നടത്തിയ എല്ലാ വഴികളിലും വിജയശ്രാളിതനായി നിൽക്കുന്നവൻ. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് വിജയശ്രാളിതനായി നിൽക്കുകയാണ്. അപ്പോഴാണ് ആഹാബ് രാജാവിൻ്റെ പത്നി ഇസബെല്ല രാജ്ഞി ആളയച്ച് ഏലിയാവിനോട് പറയുകയാണ്, നാളെ ഈ സമയമാകുമ്പോൾ പട്ടുപോയ ബാൽപ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ നിന്റെ ജീവനെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ നിമിത്തം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറയുന്ന ഇസബെല്ലയുടെ ആ വാക്കുകൾ കേട്ട് കർമ്മേൽ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ഓടുകയാണ്. ജീവരക്ഷയ്ക്കായി ഓടുകയാണ്. ബർശേബ മരുഭൂമിയിലെത്തിയപ്പോൾ തന്നോട് കൂടെയുള്ളവരെ അവിടെ നിർത്തി, ബാല്യക്കാരെ അവിടെ നിർത്തി. അതിനുശേഷം അവൻ ഒരു ദിവസത്തെ വഴി ആ മരുഭൂമിയിലൂടെ നടന്നു.
ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചു, ഓ ലോർഡ്, യു ടേക്ക് അവേ മൈ ലൈഫ്, ഐ ആം നോട്ട് ബെറ്റർ ദാൻ മൈ ആൻസിസ്റ്റേഴ്സ്. എൻ്റെ ജീവനെ നീ എടുത്തുകൊള്ളണം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. തളർന്നും ക്ഷീണിച്ചും പോയ ഏലിയാവ്. പ്രിയ ദൈവമക്കളെ, ഇപ്രകാരമുള്ള ഒരു തളർച്ച നമ്മുടെ ജീവിതത്തിനുണ്ടാകരുത്, ഈ വിശ്വാസ ജീവിതത്തിനുണ്ടാകരുത്. തളരും, ക്ഷീണിക്കും, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും, സാധ്യതകൾ ഇല്ലാതെ പോകും, ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഉണ്ടാകണം. നോക്ക്, ആ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുന്ന ആ ഏലിയാവിനോട് ചെയ്യുന്നത്, ദൈവം അവനെ ഒന്ന് സ്പർശിച്ചു. അവൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ വെള്ളവും അപ്പവും കണ്ടു. അവൻ തിന്നു, കിടന്നു, ഉറങ്ങി. അവിടെ അവനെ വിട്ടിട്ട് പോകുന്നില്ല. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ടച്ച് ടു. രണ്ടാമതും അവൻ സ്പർശിച്ചു. നീ ഇവിടെ നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കേണ്ടതല്ല. നിന്റെ ജീവിതത്തിൽ അനേകം നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങൾ പൂർത്തീകരിക്കേണ്ടവനാണ്. യേഹൂവിനെ ഇസ്രായേലിന് രാജാവാക്കണം. എലീശായെ നിനക്ക് പകരം പ്രവാചകനാക്കണം. ഇങ്ങനെയുള്ള നിയോഗങ്ങൾ പേറുന്ന നിന്റെ ജീവിതം ഇവിടെ തകരാനുള്ളതല്ല. നോക്ക്, ഇതാണ് വേദപുസ്തകത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത്. ഏലിയാവേ, നിന്നെ നയിച്ച ദൈവം എന്നെയും നിങ്ങളെയും നയിക്കുന്ന ദൈവം തന്നെയാണ്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ആ ദൈവം തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. നോക്കൂ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 3 പ്രതീകങ്ങളാണ്. 1 മരുഭൂമി, 2 ഇവിടെ കാണുവാൻ കഴിയുന്നത് മുൾപടർപ്പ്. എന്താ ഈ മുൾപടർപ്പിൻ്റെ അനുഭവം? ഈ മുൾപടർപ്പ് വേദനാജനകമാണ്. മുറിവുകൾ ധാരാളം ഉണ്ടാക്കും. ഒരിക്കലും സ്വാഗതാർഹമല്ലാത്ത അനുഭവങ്ങളാണ് ഈ മുൾച്ചെടികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അകലങ്ങളിലേക്ക് മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടവയാണിത്. ഒരിക്കലും മനുഷ്യ ശരീരത്തിൻ്റെ അടുത്തേക്ക് അതിലൊന്ന് സ്പർശിച്ചാൽ മുറിവുകൾ തീർച്ചയാണ്, വേദനാജനകമായ അനുഭവമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഏൽക്കുന്ന മുറിവുകൾ എത്രയാ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും മുറിവുകൾ ഏൽക്കാത്തവരുണ്ടോ? ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ കടന്നുപോയ ജീവിതത്തിൻ്റെ മുറിവുകൾ, വേദനാജനകമായ അനുഭവങ്ങൾ, അതൊക്കെ ഒന്നൊന്നായി പറയുവാൻ നമുക്ക് കഴിയും. ഇതാ മുൾപടർപ്പിൻ്റെ അനുഭവം. പിന്നെ പറയുകയാണ് അഗ്നിജ്വാലയിൽ. എന്താ ഈ അഗ്നിജ്വാല ചെയ്യുക? ഇറ്റ്സ് കൺസ്യൂം എവരിതിങ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ ഭൗതിക ശരീരം ദഹിപ്പിച്ചാൽ, അത് ഈ അഗ്നിജ്വാലയ്ക്കിരയായാൽ വെറും ഭസ്മമായി തീരുകയാണ്, പൊടിയായി തീരുകയാണ്. പ്രിയ ദൈവജനമേ, ഇറ്റ് കൺസ്യൂം എവരിതിങ്. അതാണ് ഈ അഗ്നിജ്വാലയുടെ അനുഭവം. നോക്ക്, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 യഹൂദ യുവാക്കന്മാരെ
ആ തീച്ചൂളയിലേക്ക് വലിച്ചെറിയുവാൻ നെബൂഖദ്നേസർ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അവരെ ആ അഗ്നിജ്വാലയ്ക്കുള്ളിലേക്ക് വലിച്ചെറിയുവാൻ വേണ്ടി നിയോഗിതരാകുന്നത് സൈന്യത്തിലെ ഏറ്റവും ശക്തന്മാരായവരെയാണ് നിയോഗിക്കുന്നത്. പക്ഷേ അവർ ആ അഗ്നിജ്വാലക്കരികെ എത്തിയപ്പോൾ തന്നെ ഭസ്മമായി തീർന്നു. ഇതാ ആ 3 യുവാക്കന്മാർ അവർ കെട്ടുകളഴിഞ്ഞ് ആ അഗ്നിജ്വാലയ്ക്കുള്ളിൽ നടക്കുന്നു. അവരോടൊപ്പം 4-മനായി വേറൊരാൾ കൂടിയുണ്ട്. രാജാവ് പറയുകയാണ്, അവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. അവൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാണ്. ഈ അഗ്നിജ്വാലയ്ക്കുള്ളിൽ സകലവും നഷ്ടപ്പെടേണ്ട ആ യഹൂദ യുവാക്കന്മാരുടെ ജീവിതം 4-മൻ ഒരുവനായി ദൈവം ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്ന, വിടുവിക്കുന്ന ആ വിടുതലിൻ്റെ അനുഭവം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിക്കുന്നതാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു ഭവനം സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി. എനിക്ക് പ്രിയപ്പെട്ട ഒരു ഭവനമാണ്. അവിടെ പോയപ്പോൾ ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ടാണ് പോയത്. ഭാര്യയും ഭർത്താവും സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഭർത്താവ് എഞ്ചിനീയറാണ്. ഭാര്യ ഗവൺമെൻറ് സർവീസിൽ ഡോക്ടറായി സേവനം ചെയ്തു. റിട്ടയർ ചെയ്തതിന് ശേഷം ഒന്നിനും പോകുന്നില്ല. സന്തോഷകരമായ കുടുംബജീവിതം. ഒരു മകൾ മാത്രമേ ഉള്ളൂ. അവരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞ് അവരും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വളരെ സന്തോഷകരമായ കുടുംബജീവിതം. ഒരു ദിവസം രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടുമുറ്റത്തെ ആ ഗാർഡനിലേക്ക് ഇറങ്ങി അതിലെ പുഷ്പങ്ങളെ കണ്ട് ആനന്ദിച്ച് അതിന് വെള്ളമൊഴിച്ചു കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം താഴെ വീണു. അടുത്ത് നിന്ന ഭാര്യ അയൽവക്കത്തുള്ളവരെ വിളിച്ചു ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയി. ഒരു ഓപ്പൺ ഹാർട്ട് സർജറി. സൗഖ്യത്തോടെ വീട്ടിലേക്ക് വരുന്നു. 3 മാസം പിന്നിട്ടപ്പോൾ തൻ്റെ സഹധർമ്മിണിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീടുള്ള ദിനങ്ങൾ റേഡിയേഷൻ്റെയും ഓപ്പറേഷൻ്റെയും കീമോതെറാപ്പിയുടെയും 6 മാസങ്ങൾ, നീണ്ടു നിൽക്കുന്ന 6 മാസങ്ങൾ. ഏകദേശം കീമോതെറാപ്പിയെല്ലാം കഴിയുന്ന അവസാനത്തെ കീമോതെറാപ്പിയുടെ ആ ദിനത്തിൻ്റെ തലേ ദിവസം മകൾ വിദേശത്ത് നിന്നും വിളിച്ചു പറഞ്ഞു, അമ്മേ, ദൈവം എന്തുകൊണ്ടാണ് നമ്മോടിങ്ങനെ ചെയ്യുന്നത്? എനിക്ക് ബ്ലഡ് ക്യാൻസറാണ്. നോക്ക്, ഒരു കുടുംബം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ മരുഭൂമിക്ക് തുല്യമായ അനുഭവങ്ങൾ, മുൾപ്പടർപ്പിൻ്റെ അനുഭവങ്ങൾ, അഗ്നിജ്വാലകളുടെ അനുഭവങ്ങൾ. ഇവിടെയാണ് ദൈവമക്കളെ ഇന്ന് ഈ പാസേജ് എടുക്കാൻ കാരണവും അതുതന്നെയാണ്. അവർ അവസാനം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഒരുങ്ങി. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഇപ്രകാരം പറഞ്ഞു, തിരുമേനി, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മുൾപ്പടർപ്പിൻ്റെയും അഗ്നിജ്വാലയുടെയും മരുഭൂമിയുടെയും അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നില്ലേ? അതിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതിൻ്റെ മധ്യത്തിൽ യേശു നിൽക്കുന്നത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുന്നു. അല്ല എങ്കിൽ
തിരുമേനി ഞങ്ങളെ കാണുകയില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പ്രിയ ദൈവജനമേ, ഇവിടെയാണ് ദൈവം സ്വർഗം വിട്ടിറങ്ങി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതെന്ന് കൂടി നാം മനസ്സിലാക്കണം. ഇൻ അവർ ആങ്സൈറ്റി, in our doubts, in our frustrations, in our disappointments, in the moments of dejection and rejection, the Christ will be there to call us by name and direct our life to do what is essential for our journey. നോക്ക്, ഇവിടെ മോശയെ എന്താണ് ചെയ്യുന്നത്? യഹോവയായ ദൈവം മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. In the midst of his disappointments, anxiety and doubts, in the moments of the rejection and dejection, God is calling him by name and giving him direction what to do. നീ എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു ഡയറക്ഷൻ നൽകുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ശരിയല്ലേ? ശിഷ്യന്മാർ പതറിപ്പോയ സ്ഥാനങ്ങൾ, ഇതാ പതറിയിടങ്ങളിലേക്ക് യേശു എത്തുകയാണ്. അവൻ്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അവർ അത് കണ്ട് സന്തോഷിച്ചു. പ്രിയ ദൈവമക്കളെ, മോശെ മോശെ എന്ന് വിളിച്ചുകൊണ്ട് ഹി ഈസ് കോളിംഗ് ബൈ നെയിം. എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിക്കുന്നവനാണ് കർത്താവ്. നോക്ക്, ഹാഗാറിൻ്റെ ജീവിതം, ആ ബർശേബ മരുഭൂമിയിലൂടെ ലക്ഷ്യമെന്തെന്നറിയാതെ അവളുടെ യാത്ര, ആ യാത്രയിൽ ശൂരിന് പോകുന്ന വഴിയിൽ നീരുറവിൻ്റെ അരികിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനാകുകയാണ്. ഇതാ ഈ മരുഭൂമിയിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിനക്ക് വേണ്ടി നീരുറവ ഒരുക്കിയ ദൈവം. പ്രിയ ദൈവമക്കളെ, ഈ ദൈവസ്നേഹമാണ് നാം മറന്നു പോകരുത് എന്ന് പറയുന്നത്. ജീവിതം നഷ്ടമാകാവുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മെ താങ്ങുമ്പോൾ ആ കരങ്ങളിൽ താണിരിക്കുകയാണ് വേണ്ടത്. വീണ്ടും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, Christ comes to our life in the most unusual way to strengthen our life and faith. And he is giving courage and giving new hope in our life in an unusual way. നോക്ക, ഈ വേദപുസ്തക ഭാഗത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശെ പറഞ്ഞു. ഇതൊരു വലിയ കാഴ്ചയാണ്, ഒരു സാധാരണ കാഴ്ചയല്ല. മുൾച്ചെടി കത്തുന്നുണ്ട്, എന്നാൽ അത് വെന്തു പോകുന്നില്ല. ഈ അസാധാരണമായ കാഴ്ച എന്ത് എന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ യാത്ര. Yes, Jesus comes to our life in unusual ways. സാധാരണ വഴികളിലൂടെയല്ല, അസാധാരണമായ വഴികളിലൂടെയാണ്.
പ്രിയ ദൈവജനമേ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, അസാധാരണമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് തോന്നുമ്പോൾ കരുതിക്കൊള്ളുക, എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള സമയമായി. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുള്ള സമയമായി. ഇൻ ദി അൺയൂഷ്വൽ വേസ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ഇതാ ആ കടലിൽ ആടിയുലയുന്ന ആ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ശിഷ്യന്മാർ ആ രാത്രിയിൽ 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമത്തിലും അവർ നിലവിളിക്കുകയാണ്. രക്ഷയ്ക്കു വേണ്ടി ആരും രക്ഷിപ്പാനില്ല. എന്നാൽ ക്രിസ്തു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. ഇൻ ആൻ അൺയൂഷ്വൽ വേ. ഇതാ നാം മനസ്സിലാക്കേണ്ടത്. ഇതാ അവരുടെ അടുക്കലെത്തി അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന, വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് ഉയർത്തുന്ന കർത്താവിൻ്റെ പ്രവർത്തനം നാം മനസ്സിലാക്കണം. ഇതാ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രൈസ്റ്റ് ഈസ് ചാലഞ്ചിങ് us to give our life unconditionally in his hands, and he is assuring that you will be safe in my hands. Christ is challenging us to give our life in his hands, not of the hands of the world. ഈ ലോകത്തിൻ്റെ കരങ്ങളിലേക്കല്ല. ഇതാ മോശയോട് പറയുകയാണ്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. ഇത് വിശുദ്ധ ഭൂമിയാണ്. ഇവിടെ ഒരു ചിന്ത കൂടി ഞാൻ പറയട്ടെ. ഈ മുൾപ്പടർപ്പിൻ്റെ അനുഭവങ്ങളും മരുഭൂമിയുടെ അനുഭവങ്ങളും അഗ്നിജ്വാലയുടെ അനുഭവങ്ങളും നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ തകർക്കുവാനല്ല, നമ്മുടെ ജീവിതത്തെ തകർക്കുവാനല്ല, പിന്നെയോ ഈ വിശുദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് വളർത്തുവാനാണ്. ഇവിടെ മുൾപ്പടർപ്പുണ്ട്, മരുഭൂമിയാണ്, അഗ്നിജ്വാലയുണ്ട്. ഇത് സാധാരണ ഒരു ഭൂമിയാണ്. എന്നാൽ ഇന്ന് ഇത് വിശുദ്ധ ഭൂമിയാണ്. ഈ വിശുദ്ധ ഭൂമിയിൽ നിനക്കൊരു കർമ്മമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്നോടുകൂടെ സഞ്ചരിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു കർമ്മമുണ്ട്. ഉപേക്ഷിക്കേണ്ടതിനെ നീ ഉപേക്ഷിക്കണം. നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയണം. എന്താ അതർത്ഥമാക്കുന്നത്? നിന്റെ കാലിലെ ചെരുപ്പ് ഒരു കൊലയാളിയുടെ മണം പറ്റുന്ന ചെരുപ്പാണ്. അതിനെ നീ അഴിച്ചു കളയണം. നിന്റെ ചെരുപ്പ് നിന്റെ സ്വയ ആശ്രയത്തിൻ്റെ ചെരുപ്പാണ്. ആ സ്വയ ആശ്രയത്തിൻ്റെ ചെരുപ്പിനെ നീ അഴിച്ചു കളയണം. നിന്റെ ജീവിതത്തിലുള്ള അഹന്തകളും അഹംബോധങ്ങളും നീ വലിച്ചെറിയണം. You should throw away your ego and self. നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയണം. ഇത് വിശുദ്ധ ഭൂമിയാണ്. ഒരു പുതിയ യാത്രയുടെ തുടക്കത്തിന് വേണ്ടിയുള്ള തുടികൊട്ടാണിത്. മോശ 120 സംവത്സരക്കാലം ജീവിച്ച് ദൈവജനത്തെ വിടുതലിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയ ആ ദിവ്യമായ അനുഭവം ഞാനിവിടെ നിർത്തട്ടെ. പറയുവാൻ ശ്രമിച്ച ചില ചിന്തകൾ. Those who fear the Almighty God will become the instruments of saving hands of God. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ കരങ്ങളായി അവർ മാറും.
The beauty of this world, the beauty of life will not be able to protect your life, will not be able to sustain your life. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം, എൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം, അതൊരിക്കലും നമ്മളെ കാക്കുന്നതിനും പരിപാലിക്കുന്നതിനും സാധ്യമാകുന്നവയല്ല. The divine intervention and the divine timings turn away all our calculations. ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ ഇടപെടലുകളും അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നവയാണ്. ആ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആ ഞാങ്ങണ പെട്ടിയിൽ കിടത്തി ആ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഭാവി എന്താകും, എവിടെയെത്തും എന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ കുഞ്ഞ് ആ ജനത്തിൻ്റെ രക്ഷയുടെ മുഖാന്തരമായി തീർന്നു. വീണ്ടും ഞാൻ പറയട്ടെ, ഇൻ അവർ ആങ്സൈറ്റി ആൻഡ് ഡൗട്ട്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ ആകാംക്ഷകളിലും സംശയങ്ങളിലും, ഇൻ അവർ ഫ്രസ്ട്രേഷൻസ് ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്സ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളിൽ, ആൻഡ് ഇൻ ദ മൊമെൻറ്റ്സ് ഓഫ് ഡിജക്ഷൻ ആൻഡ് റിജക്ഷൻ, മുഖം വാടുന്ന അനുഭവങ്ങളിൽ, സങ്കടങ്ങളിൽ, ദുഃഖങ്ങളിൽ, തിരസ്കരണങ്ങളിൽ, എൻ്റെ കർത്താവ് നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. He is calling us by our name. And He is giving the direction. What should we do? നാം എന്ത് ചെയ്യണം? Christ comes to our life in the most unusual ways. ഈ വലിയ കാഴ്ച എന്തെന്ന് കാണേണ്ടതിനു വേണ്ടി കടന്നു വന്ന മോശയ്ക്ക് ലഭിക്കുന്നത് വിശുദ്ധ സ്ഥലമാണ്. ഈ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തുപോകുന്നില്ല. And Christ is challenging us to give our life unconditionally to His hands. And He is assuring that you will be safe in my hands. എൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതനായിരിക്കും. മോശയുടെ യാത്ര നിങ്ങൾ വീണ്ടും ഈ പുറപ്പാട് പുസ്തകത്തിൽ ഒന്ന് വായിച്ചു നോക്കണം. എന്തെല്ലാം സങ്കടങ്ങളിലൂടെ, എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ, എന്തെല്ലാം രോദനങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു. അവിടെയൊക്കെ അവനെ ശക്തമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും ശക്തനാകുന്നുവെന്ന് പറയുന്ന ആ പൗലോസിനെ പോലെ മോശയുടെ ജീവിതം ആയിത്തീർന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തീർത്ഥാടനത്തിനും വിശുദ്ധ സ്ഥലത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ്, വിശുദ്ധ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ്. പ്രിയ ദൈവമക്കളെ, ഈ അനുഭവങ്ങളോടെ സർവശക്തനായ ദൈവം നമ്മളെ ഓരോ നാളും വഴി നടത്തട്ടെ. മോശേ മോശേ എന്ന് അവൻ വിളിച്ചു. ഞാൻ ഇതാ എന്ന് മോശ ഉത്തരം പറഞ്ഞു. ഇനിയും ഇങ്ങോട്ട് അടുത്തു വരരുത്, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളക. യു ഷുഡ് ഹാവ് എ ന്യൂ വാക്ക് ഇൻ യുവർ ലൈഫ്. ഈ വലിയ ധന്യമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനകൾക്കായി കണ്ണുകളെ അടയ്ക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. ഇന്നയോളം എന്നെ നടത്തി
നന്മയോളും എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. നിത്യ സൗന്ദര്യമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക സൗന്ദര്യത്തിനായും സൗരഭ്യത്തിനായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ വിശുദ്ധിയെ നശിപ്പിക്കുന്ന ലോകത്തിൻ്റെ ശക്തികളെ കാണുവാനായിട്ടുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ നീ എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ നൽകിയതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കഷ്ടതകൾ കാണുന്ന ദൈവം, നിലവിളികൾ കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ വേദനയുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, ഞങ്ങൾ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലിരുന്ന് സംസാരിക്കുന്നവനല്ല, ഞങ്ങളുടെ വേദനയുടെ നടുവിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്ന ദൈവം നീയാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃത്യമായും വ്യക്തമായും ആഴമായും അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഈ ദിവ്യ ആലോചനകളാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. വചനം സംസാരിച്ചതിൻ്റെ മകനെ അനുഗ്രഹിക്കണമേ. സന്നിഹിതരായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ. നാളത്തെ വിശുദ്ധ ദിവസത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. വിശുദ്ധിയോടെ നിന്നെ ആരാധിക്കുവാനും ദൈവ സാന്നിധ്യം അറിയുവാനും അനുഭവിക്കുവാനും അവിടുത്തെ ഹിതപ്രകാരം നിനക്ക് ഞങ്ങളെ സമർപ്പിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ സംസർഗവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നാം പാർക്കുന്ന ദേശത്തോടും ദേശവാസികളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരുന്ന് ദൈവിക സൗന്ദര്യമുള്ളവരായി സാക്ഷി നിർവഹിക്കുവാൻ സഹായിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.